തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കേരളത്തിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടിയുള്ള വളരെ വിശദമായ ചർച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ുമായിട്ട് ബന്ധപ്പെട്ട് ഉയരാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, 3 പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഭരണഘടനാപരമായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനുമുള്ള അധികാര പരിധി സംബന്ധിച്ച് പടിപടിയായി 3 പ്രധാനപ്പെട്ട ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇത് പടിപടിയായി ഇല്ലാതാക്കി കേന്ദ്രീകൃതമായ സംവിധാനത്തിലേക്ക് നയിക്കാനാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മുതൽ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിരവധി ഭാഗങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തിച്ചത്. ഒന്നു മാത്രമല്ല, നിരവധി. ഇപ്പോഴത് ആ പ്രക്രിയ തുടരുകയാണ്. സഹകരണ മേഖല പോലും സുപ്രീം കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കടന്നുകയറ്റം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മാറ്റിവെച്ചത്. എല്ലാം കേന്ദ്രത്തിലേക്കാണ്. കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത് സെൻട്രൽ ലിസ്റ്റിലേക്ക്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് സെൻട്രൽ ലിസ്റ്റിലേക്ക്, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉയർത്തേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഭരണഘടനാപരമായിട്ട് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ശരിയില്ല, അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ, പ്രാദേശിക ഗവൺമെൻറ്റുകളെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി വരുത്തി അധികാര വികേന്ദ്രീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പോഴും മാത്രമല്ല, ഇതിനു മുമ്പും ഈ പറയുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ആ രീതിയിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഊന്നൽ നൽകി വളരെ ഫലപ്രദമായിട്ട് വികസന പ്രവർത്തനം ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക്, വികസനത്തിന് ഫലപ്രദമായ ഗവൺമെൻറ് സംവിധാനം പോലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കണം എന്നാണ് പാർട്ടി CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കരുതുന്നത്.
സംസ്ഥാന ഗവൺമെൻറ് തന്നെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ഏതാണ്ട് നമുക്ക് 2 ലക്ഷത്തോളം കോടി റുപ്യ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന പണം തരാതിരിക്കുകയും അവർക്ക് താല്പര്യമുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് BJP ഗവൺമെൻറ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് പരിഹാസ്യമാക്കിയ ഒരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാട് അധികാര വികേന്ദ്രീകരണത്തെയും ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിൽ പോലും കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഇടപെടലിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ പരമാവധി സഹായിക്കുന്നതിന് വേണ്ടി, ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്ത നിലപാടുകൾ കക്ഷി രാഷ്ട്രീയത്തിലതീതമായി ജനങ്ങളെ അണിനിരത്തി അധികാര വികേന്ദ്രീകരണം ഒരു ജനകീയാസൂത്രണ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ മഹത് പാരമ്പര്യം ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കുന്നതും പറയുന്നതുമായ ഒന്നാണ്. ജനകീയാസൂത്രണത്തിലൂടെയാണ് അധികാര വികേന്ദ്രീകരണം നമ്മൾ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇപ്പോഴും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ, വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഓരോ പഞ്ചായത്തും, മുനിസിപ്പാലിറ്റിയും, കോർപ്പറേഷനും, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അവരുടെ ഭാവനക്കനുസരിച്ച് കൂടി നിയമപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഫലപ്രദമായിട്ട് മുന്നേറി എന്നുള്ളത് തന്നെയാണ് സത്യം.